ബിസിനസ്സിൽ നമുക്ക് ടാർഗറ്റ് ഓഡിയൻസിനെ കണ്ടെത്തൽ ഡിഫിക്കൽട്ട് ആയിരിക്കും. കുട്ടികൾക്ക് ഒരു കരിയർ സൊല്യൂഷൻ ആണ് അവർ കൊടുക്കുന്നത്. അതെ, കരിയർ സൊല്യൂഷൻ ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ കുട്ടികളെ എങ്ങനെ ഡിജിറ്റലി നമുക്ക് കണ്ടെത്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ സിമ്പിൾ ആണ്. നമുക്ക് പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾ എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ പെൺകുട്ടികൾക്ക് അവർ എന്ത് ചെയ്യുന്നില്ല, ഓപ്ഷൻ ഇല്ല, ആൺകുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ. നമ്മൾ 18-19 ഏജ് ഗ്രൂപ്പിനെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. ആ ടാർഗറ്റിൽ മെയിൽ മാത്രമാണ്. ഇത് ഈ ഒരു സെഗ്മെന്റിനെ മാത്രം അഡ്രസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. ഇതാണ് ടാർഗറ്റ് ഓഡിയൻസ്. പിന്നെ നമുക്ക് രണ്ട് കാര്യം ടാർഗറ്റ് ഓഡിയൻസ് അവരെ എങ്ങനെ കണ്ടെത്താനുള്ള മാർഗ്ഗം. ഒന്ന്, നമുക്ക് ഈ മെറ്റ ആഡ്സിൽ കൃത്യമായിട്ട് ടാർഗറ്റ് ഓഡിയൻസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെറ്റ് ചെയ്യാൻ പറ്റും. അവരുടെ ഏജ് വെച്ചിട്ട് ജെൻഡർ വെച്ചിട്ട് നമുക്ക് കണ്ടെത്താം. പിന്നെ അതിന്റെ അപ്പുറത്തേക്ക് വേണ്ടത് ഇതിന്റെ കോണ്ടന്റ് സ്ട്രാറ്റജിയാണ്. അതായത് ഈ ഏജ് ഗ്രൂപ്പിനെ അഡ്രസ് ചെയ്യുന്ന അന്ന് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കോമ്പറ്റീഷൻ വളരെ കുറവാണ്. മിക്ക ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊന്നും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ച് അത്ര അവയർഡും അല്ല, ബോധേഡും അല്ല. മാഗ്നസ് തന്നെ അതുവരെ ചെയ്തിരുന്ന മെത്തേഡ് എന്ന് പറഞ്ഞത് ഓരോ സ്ഥലങ്ങളിൽ കരിയർ കോച്ചിങ്ങോ അല്ലെങ്കിൽ കരിയർ ഗൈഡൻസ് പോലെയുള്ള പ്രോഗ്രാമുകൾ ട്രെയിനേഴ്സിന് വെച്ചിട്ട് കണ്ടക്ട് ചെയ്തിട്ട് അതിൽ നിന്നാണ് ഫിൽട്ടർ ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്താണ് നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗുമായി നമുക്ക് ചെയ്യാം. എസ്പെഷ്യലി കോവിഡ് സമയത്ത് എല്ലാവരും വീട്ടിലാണ്, ട്രെയിനിങ് ഒന്നും നടക്കില്ല. അപ്പോൾ അങ്ങനെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ക്ലോസ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് അവർ ഓപ്പൺ ചെയ്യാന്നുള്ളൊരു തീരുമാനത്തിലേക്ക് അവരെത്തി. ഇപ്പൊ സ്റ്റുഡൻസിനെ കണ്ടെത്താൻ ഞാൻ പറഞ്ഞു നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്തു നോക്കാം, അതുവഴി നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് പറഞ്ഞ് നമ്മളത് ഇംപ്ലിമെന്റ് ചെയ്തപ്പോൾ ഹ്യൂജ് റിസൾട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. ഈ കോവിഡിന്റെ ടൈമിൽ തന്നെ കോവിഡ് ഇങ്ങനെ കോവിഡ് കഴിഞ്ഞ പക്ഷെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊന്നും അപ്പോഴും റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പക്ഷെ ഇവരെന്ത് ചെയ്തു, വെയിറ്റ് ചെയ്തില്ല. ഇവർ അഡ്മിഷൻ പ്രോസസ്സ് കാര്യങ്ങളൊക്കെ ചെയ്തു, ഒരുങ്ങി. എപ്പോഴാണോ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത് അപ്പൊ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ള രീതിയിലേക്ക് അവരവിടെ അഡ്മിഷൻ പ്രോസസ്സ് കാര്യങ്ങളും ക്യാമ്പയിനും കാര്യങ്ങളും കൺവേർഷൻസും എല്ലാം അവർ ചെയ്തു. ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ ഷട്ട് ഡൗൺ ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഇവർ ഇത് ചെയ്തുകൊണ്ട് തന്നെ അഡ്മിഷൻ വേറെ ആരും ചെയ്യാത്തത് കൊണ്ട് തന്നെ അഡ്മിഷൻസ്